രവിയേട്ടനാ അമ്മേ. ആക്ച്വലി ഞാൻ രവിയേട്ടനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ നീ പേടിക്കണ്ട, ഇവിടെയാണെന്ന് പറഞ്ഞോളൂ. അതെ, കുഴപ്പമില്ല മോളെ, അല്ലെങ്കിൽ അച്ഛൻ പറയാം. ഷോ കട്ടായി. ഞാനിവിടെ നിറഞ്ഞ രവിയേട്ടനെ ഫീൽ ചെയ്യും. ആവട്ടേന്നേ, ഇടയ്ക്കൊക്കെ ഒന്ന് ഫീൽ ആവണം, എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കും. എടുത്തിട്ട് ഫ്ലാറ്റിലുണ്ടെന്ന് പറ. ഹലോ രവിയേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. നീ എവിടെയാ? ഞാനിവിടെ ഫ്ലാറ്റിൽ. ഏത് ഫ്ലാറ്റില്? എന്താ രവിയേട്ടാ? നമ്മുടെ ചിലവന്നൂർ ഫ്ലാറ്റിൽ. ഫ്ലാറ്റിൽ എവിടെ? ഞാൻ ഇവിടെ ഹോളിലുണ്ടല്ലോ. എന്ത് പറ്റി രവിയേട്ടാ? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പതർച്ച പോലെ? ഏയ് അങ്ങനൊന്നുമില്ല, രവിയേട്ടന് തോന്നുന്നതാ. മോളെടുത്തുണ്ടോ? ആ മോളുണ്ടല്ലോ. കൊടുത്തേ. ഹലോ അച്ഛാ. മോള് മോള് നിങ്ങളെവിടെ നിൽക്കുക? ഞാൻ ഹാളിലാ. അതെ അച്ഛാ, നാളെ എപ്പോഴാ വരുന്നേ? ഒന്നും പറയാറായിട്ടില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴാ നീ എൻ്റെ അനന്തരവളായത്. എത്ര ഭംഗിയായിട്ടാ നീ കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ, നമ്മള് ഹാളിൽ തന്നെയല്ലേ. എന്താടാ? ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് ചാടി ചത്താലോന്ന് ആലോചിക്കാടാ. ഓ, ആ റിപ്പോർട്ട് ഒന്ന് ഫൈനലാക്കിയിട്ട് ചാടണേ. രവി, ഇന്നിവിടെ അന്വേഷണം ഉണ്ടായിട്ടില്ല. നീ നാളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ എത്തിയേ പറ്റൂ. എന്തോന്ന് ഓഫീസ്? എന്തോന്ന് ഓഫീസാ? ഇവിടെ ജീവിതം കൈവിട്ട് നിൽക്കുക. നീ കാരണം എന്റെയും. എടാ, എന്റെ മോളെ അവള് കള്ളം പറയാൻ പഠിപ്പിച്ച ബാല. അവളെന്നെ ചതിച്ചൊന്ന് വ്യക്തമായി ബാല. ആ, ഞാൻ അങ്ങോട്ട് വരാം. എന്തിന്? ആശ്വസിപ്പിക്കാൻ. എന്തിന്? വേണ്ടേ? അമ്മച്ചി, ഇതുരുട്ടി അങ്ങ് പോകരുതേ. ഞാൻ വരാം. ഏതു നേരം അമ്മയ്ക്ക് ഇവിടെ വന്നിരുന്നാലേ സമാധാനമുള്ളൂ. രവി, രവി, ഞാനെത്തി. ബാല, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ബിന്ദു എവിടെ ഉണങ്ങി പോയിക്കോട്ടെ. എനിക്ക് എന്റെ മോളെ കിട്ടണം. നിനക്കിപ്പോ പുറത്തിറങ്ങണോ അതോ മോളെ കിട്ടണോ? എനിക്ക് മോളെ കിട്ടണം, പുറത്ത് ഇറങ്ങണം. നീ ഒരു കാര്യം ചെയ്യോ, അവിടുന്ന് കഥന്ന് ചവിട്ടി പൊളിക്കാൻ പറ്റുമോ? ഇത് ചവിട്ടി പൊളിച്ചിട്ട് വേണം ഫ്ലാറ്റിലുള്ളവർ എന്നെ കള്ളനാക്കാൻ. പിന്നെ എന്ത് ചെയ്യും? ഒന്ന് സമാധാനപ്പെട്, ഞാൻ പരിഹരിക്കാം. കേട്ടാ? ബാല, തീഷ്ണമായ നോട്ടം. ഭാഗ്യം പോയി. ഒന്നും കാണുന്നില്ല. വീണ്ടും വന്നു. രവി, ചാച്ച, എന്നെ കൊന്നേനാവൻ. രവി, അല്ല ബാല. രവി, യോ, എല്ലാവരോടുമായിട്ട് ഒരു കാര്യം അങ്ങ് പറയാം. നാളെ നമുക്കെല്ലാവർക്കും കൂടി മോടെ ഫ്ലാറ്റിലേക്ക് അങ്ങ് പോയാലോ? അത് കൊള്ളാം. പക്ഷെ രവി ഇങ്ങോട്ട് വരുന്നതല്ലേ എന്റെ മര്യാദ. ഇതും മര്യാദ തന്നെ. നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, രവിയെ കാണുന്നു, ബിന്ദുവിനെ നമ്മളായിട്ട് നിർബന്ധിച്ച് വിളിച്ചതാണെന്ന് പറയുന്നു. ഇവിടുന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമാവും.
ഒന്ന് പിടിയിടും. അങ്ങോട്ട് പോ. അവിടെ ആ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഗുഡ് മോർണിംഗ് മാഡം. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രവിയെ വിളിച്ചിട്ട് കിട്ടിയില്ലേ മോളെ? ഇല്ല അച്ഛാ. ഓഹ്, എന്തൊരു ചൂടാ ഇവിടെ. ഭദ്ര, ബാഗൊക്കെ എടുത്തോണേ. എന്റെ ഗുളിക എടുത്തിട്ടുണ്ടല്ലോ. ആ എന്താ ബിന്ദു? ആ രവിയേട്ടൻ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോയത് ബാലേട്ടനോട് പറഞ്ഞിരുന്നോ? അങ്ങനെന്തോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തു പറ്റി? അതെ, എന്റെ അനിയൻ ഭദ്രൻ ഇന്നലെ വിളിച്ചിരുന്നു. ആ. അച്ഛന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വീട് വരെ പോയി. രവിയേട്ടനോട് പറഞ്ഞ ദേഷ്യപ്പെടുമല്ലോ, അതുകൊണ്ട് ഏട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് കള്ളം പറയേണ്ടി വന്നു. ഇന്ന് രാവിലെ മുതലാണെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഇന്നലെ ബിന്ദു വീട്ടിൽ പോയതാണോ? ആ വീട്ടിൽ പോയതാ. എന്തു പറ്റി ബാലേട്ട? അല്ല, ബിന്ദുവും രവിയും വീടോട്ട് അത്ര രസത്തിലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതാ പ്രശ്നം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അച്ഛൻ ഒരേ നിർബന്ധം, കൂടെ വരണം, രവിയേട്ടനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കുവാ. നിങ്ങൾ എവിടേക്കാ? ഇപ്പൊ ഇവിടെ ഫ്ലാറ്റിൽ എത്താറായി. ഇത് പറയാൻ വേണ്ടി രവിയേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ആളെ കിട്ടുന്നുമില്ല. ഞാനൊന്ന് രവിയെ വിളിച്ചോട്ടെ, എന്നിട്ട് വിളിക്കാം. ഓക്കെ, ശരി. എല്ലാം പോയി. ദൈവമേ. ഫ്ലാറ്റൊക്കെ ഇഷ്ടമായി അച്ഛാ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഹലോ സാർ, ആ എവിടെ പോണു? എങ്ങോട്ട് പോന്നു മോളെ? അത് ആശുപത്രിയിൽ പോയിട്ട് ഇവളുടെ കാലിലെ പ്ലാസ്റ്റർ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ചെന്നൈക്ക് പോയിട്ടും കുറച്ചായി. വാ മോളെ. അയ്യോ അയ്യോ. ഇന്നലെ ബിന്ദു ആരെ കൂടെ എവിടെ പോയി നന്ദി പറഞ്ഞേ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടിക്കണ്ട, അത് ബിന്ദു കണ്ടുപിടിച്ചോളൂ. എടാ, ഇന്നലെ അവൾ അവളുടെ വീട്ടിൽ പോയതാണ്, അവളുടെ അച്ഛന് സുഖമല്ലെന്ന് അറിഞ്ഞിട്ട്. അപ്പൊ പിന്നെ അവ ആര്? ആര്? എടാ, ഈ ബൈക്ക് ഫ്ലാറ്റിലെ CCTV മറ്റേ ചെറുക്കേ, അതിനൊരു ഉത്തരം വേണ്ടേ? നിനക്ക് ഉത്തരവല്ല വേണ്ടത്, അത് തരാൻ വേണ്ടി നിന്റെ അമ്മാവനും അമ്മാവിയും നിന്റെ അളിയനും ബിന്ദു കൂടെ നിന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. ഇങ്ങോട്ടോ? എന്തിന്? അമ്മേ, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. ഉടനെ വരും മോളെ. വാ അച്ഛാ. എത്ര റൂമുണ്ട് മോളെ? 3 ഉണ്ടമ്മേ. മോളെ കുറച്ച് ചൂടുവെള്ളം എടുത്തോണേ. ഓ എടുക്കാം അച്ഛാ. ഞങ്ങൾ ആ റൂം എടുക്കട്ടെ? അയ്യോ, അതിനകത്ത് രവിയേട്ടന്റെ പഴയ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചേക്കുക. ഒരു കാര്യം ചെയ്യേ, നീയും അബിയും കൂടെ മോളുടെ റൂം എടുത്തോ. ഫ്ലാറ്റ് അടിപൊളിയാണല്ലോ. നീ നിങ്ങളെ ആരും ഇവിടെ നിന്ന് വിടും? അതിന് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ? കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും. അത്
കൊണ്ടുപോകാൻ രാത്രിയാവും അല്ലേ? രാത്രിയാവും. അതിനു മുന്നേ രവിയേട്ടൻ വരുമായിരിക്കും. താരമോൾ അമ്മച്ചിക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ടാ പോയെ. അവള് അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു കാര്യം ചെയ്യ്, നീ ബുധനാഴ്ച ഒരു രാവിലെ വീട്ടിൽ വന്നു. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി MLA കാണാൻ പോവാം. ഞാൻ പറഞ്ഞ MLA കെൻറ്റി ചാടും. പിന്നെയാണ് അത് കുഴപ്പമില്ലടാ. ആ പൈസ കൊടുക്കേണ്ടി വരും പിന്നല്ലാണ്ട്. ഓക്കെ ഓക്കെ ശരി 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 ഓക്കെടാ. ഈ റൂമൊന്ന് തുറന്നു നോക്കണല്ലോ. മിസ്റ്റർ ജോർജ്, അറിയാലോ പ്രതിപക്ഷം എന്നെ നിർത്തി പൊരിക്കുക. അവർ പറയുന്ന കേട്ടാ തോന്നും കഴിഞ്ഞ ഫ്ലഡ് ഞാനായിട്ട് ഉണ്ടാക്കി തന്ന. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്ന റിപ്പോർട്ടായിരിക്കും എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. എന്നെ കുഴപ്പത്തിലാക്കരുത്. എനിക്കറിയാം സാറ് വെറുതെ കാലാവസ്ഥ ഓഫീസ് കാണാൻ വന്നൊന്നുമല്ല. സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഓക്കെ, താങ്ക് യു ജോർജ്. താങ്ക് യു. അതെ ജോർജ് സാറേ, നമ്മുടെ മന്ത്രിനെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ മാധ്യമങ്ങൾ പറയുന്നതെന്ന് അറിയാവോ? കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ, മന്ത്രിയെ കുറിച്ചുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ എന്താവും സ്ഥിതി? ഇയാള് ചെല്ല്.